തിരുവോണ പുലരിയാണ്. മുറ്റത്ത് പൂക്കളൊക്കെ ഒരുക്കി അടുക്കളയിൽ നല്ല സദ്യയുടെ മണം, മനസ്സിൽ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ നിറയുന്ന ഒരു ദിവസമായത്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് പാട്ടും ആഘോഷവും ചിരിയും ഒക്കെ കൂടിയാണ് വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഈ തിരുവോണ ദിനത്തിൽ നമ്മുടെ ആഘോഷങ്ങൾക്ക് ശബ്ദം കൊണ്ടും സംഗീതം കൊണ്ടും കൂടുതൽ നിറം പകരാൻ എനിക്കൊപ്പം എത്തിയിരിക്കുന്ന അതിഥി നമ്മുടെ പ്രിയപ്പെട്ട ഗഗൻ, എൻ്റെ പേഴ്സണൽ ഫേവററ്റ് കൂടിയായ സൂരജ് സന്തോഷാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ. ഗുഡ് മോർണിംഗ് സൂരജ്, വെൽക്കം ടു ഹലോ മലയാളം ആൻഡ് ഹാപ്പി ഓണം. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഗുഡ് മോർണിംഗ് സേതു ആൻഡ് ഓണാശംസകൾ എല്ലാവർക്കും. താങ്ക് യു സൂരജ്. അപ്പോൾ ഓണമായിട്ട് എന്താ വിശേഷം? ഓണമായിട്ട് തിരുവനന്തപുരത്താണ്. ഇന്ന് തിരുവനന്തപുരത്ത് ഒരു ലൈവ് കോൺസേർട്ട് ഉണ്ട് ഈവനിങ് നിശാഗന്ധിയിൽ. പിന്നെ വീട്ടുകാരോടൊപ്പം ഓണം ചെലവഴിക്കാൻ പറ്റും. അതൊക്കെയാണ് ഓണവിശേഷങ്ങൾ. ഓക്കെ, രാവിലെ നല്ല ഓണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? ഓണം ഇല്ലില്ല, ഇനി വേണം കഴിക്കാൻ. സൂരജ് എങ്ങനെയാണ്, ഈ ആഘോഷങ്ങളിലൊക്കെ ഒരു തൽപരനാണോ? ഇപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പഴയ പോലെ ഓണം എന്ന് പറഞ്ഞ ആഘോഷമൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ആയിരുന്നു ഓണത്തിൻ്റെ ശരിക്കുള്ളൊരു എസൻസിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ ആഘോഷങ്ങളൊക്കെ കുറവാണ്. പക്ഷെ എന്നാലും കിട്ടുന്ന അവസരങ്ങളൊക്കെ ചുറ്റുമുള്ളവരോടും അടുത്തുള്ളവരോടൊക്കെ ചേർന്നൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഓണം എന്ന് പറയുമ്പം ചില പാട്ടൊക്കെ നാവൽ വരും. ഇപ്പം ഇന്ന് ഞാൻ ഹലോ മലയാളം തുടങ്ങുമ്പോൾ ഞാൻ തന്നെ മാവേലി നാടുവാനിടുമൊക്കെ കാലം അതൊക്കെ പാടിയാ തുടങ്ങിയത്. അപ്പം സൂരജിന് അങ്ങനെ ഒരു ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിൽ ആദ്യം വരുന്ന പാട്ട് എന്താ? ഞാൻ ഇന്നലെ ആലോചിച്ചു കേട്ടോ, എന്തായാലും ഇന്നത്തെ ദിവസം ഇൻ്റർവ്യൂ ഉണ്ടാകും, എന്തായാലും ഓണപ്പാട്ട് എന്തെങ്കിലും പാടാൻ പറയും. അപ്പം ഞാൻ എന്ത് പാടും എന്നുള്ളത്. അപ്പം എനിക്ക് ആദ്യം അപ്പം മനസ്സിൽ വന്ന പാട്ട് പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവയലിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഞാൻ ആക്ച്വലി തുടക്കത്തിൽ പറയാൻ വേണ്ടി ഞാൻ കണ്ടതിനൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ സൂരജിൻ്റെ ഭയങ്കര ഫാനാണ്. പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. പാട്ടിൻ്റെ വരികൾ മറന്നാലും ട്യൂണുകളൊക്കെ ബൈ ഹാർട്ടാണ്. പിന്നെ മറന്നല്ല, എവിടെ നിന്ന് കേട്ടാലും സൂരജിൻ്റെ ശബ്ദത്തിന് വലിയ പ്രത്യേകതയും നമ്മളെ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന ശബ്ദമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂരജിനെ. ഇപ്പം നമ്മൾ ഈ മുതിർന്നതിന് മുൻപ് ഇപ്പോൾ ഓണമൊക്കെ വരുന്ന സമയത്ത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇങ്ങനെ അങ്ങ് വളരണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ള ഓണത്തിന് കുറച്ചും കൂടെയൊക്കെ ഒരു സ്പെഷ്യലാണ്. നമ്മളെ കാണാനും കേൾക്കാനും നമ്മളെ കുറച്ചും കൂടെ കെയർ ചെയ്യാനും ഒരു പരിഗണന നൽകാനൊക്കെ കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റുമുള്ള സമയമാണല്ലോ. മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ പലരെയും പരിഗണിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളരണ്ടായിരുന്നു എന്നൊക്കെ എപ്പോഴും തോന്നാറുണ്ട് ഓണമൊക്കെ എത്തുമ്പോൾ. അപ്പം നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഓണത്തോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത് ചിലപ്പോൾ ഇന്നുള്ളതായിരിക്കില്ല. അന്നിപ്പോൾ നമുക്ക് വീട്, അച്ഛൻ, അമ്മ, നാട്, ചിലപ്പോൾ ക്ലബ്ബുകൾ, അങ്ങനെയൊക്കെ ചേർന്ന് തന്നെയായിരുന്നു സൂരജിൻ്റെയും കുട്ടിക്കാല ഓണം. തീർച്ചയായും. ഞാനും തിരുവനന്തപുരത്ത് പഠിച്ചു വളർന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വദേശം കൊല്ലമാണ്. അപ്പം എല്ലാ വർഷവും ഓണത്തിന് കുട്ടിയായിരിക്കുമ്പോൾ നാട്ടിൽ പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. ഉത്രാടമാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ തിരുവോണമൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദിവസം നാട്ടിലായിരിക്കും. അപ്പം നാട്ടിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തൊരു വായനശാലയുണ്ട്, മഹാത്മാഗാന്ധി സ്മാരക വായനശാല. സോ ആ വായനശാലയെ കേന്ദ്രീകരിച്ചാണ് ആ നാട്ടിലെ ഓണം. അവിടെ ഓണക്കളികൾ ഉണ്ടാവാറുണ്ട്. ഓണക്കളികൾ എന്ന് പറയുമ്പോൾ എല്ലാം വടംവലി, സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, മറ്റേ അങ്ങനെ തുടങ്ങി കുറേ കളികളുണ്ടല്ലോ. അങ്ങനെ അതിൻ്റെ ആ നാട്ടുകാരുടെ കൂടെ ഓണത്തിൻ്റെ ഭാഗം ആകാൻ പറ്റും, കുറേ കളിക്കാൻ പറ്റും. ഇതൊക്കെയാണ് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലേക്കുള്ള ഓണ ഓർമ്മകൾ. ആ ഓർമ്മകൾ തന്നെ ഉള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വയസ്സായി. അതിനുശേഷം പല സ്ഥലത്തെ ഓണം ആഘോഷിക്കാൻ തുടങ്ങി. പലപ്പോഴും പരിപാടികളിലായിരിക്കും. എന്നാലും ഇപ്പോഴും കംപ്ലൈൻസ് ഒന്നുമില്ല.
നമ്മളെ ഇപ്പം കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെസ്റ്റിവൽ സീസൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനമല്ലേ? ഇപ്പൊ കാരണം ഇപ്പം മറ്റ് നമ്മുടെ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊക്കെ സിനിമ കാണാനും അല്ലെങ്കിൽ കൺസേർട്ടുകൾക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ഒരു സമയമാണ് ഫെസ്റ്റിവൽ സീസൺസ്, എസ്പെഷ്യലി ഓണം സമയം. അപ്പം സ്റ്റേജ് ഷോന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ അതോ ഇനിയും ഉണ്ടോ? അതെ, ഇനിയൊരു സെപ്റ്റംബർ സെക്കൻഡ് വീക്ക് വരെ കുറച്ച് ഇതിന്റെ പുറകെയുള്ള ഓട്ടമാണ്. അതെ. ഓക്കെ 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 ഓക്കെ. ഇപ്പം പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ആളുകൾ കാണുമ്പോഴത്തേക്കും ഫാൻസൊക്കെ അടുത്ത് വരുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പാടാൻ ആവശ്യപ്പെടുന്ന പാട്ട് ഏതാ? എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും എങ്കിലും പുറത്തു പോകുമ്പോൾ അങ്ങനെ ആൾക്കാരങ്ങനെ ശല്യം ചെയ്യാറില്ല ഈ പാട്ട് പാടും പറഞ്ഞിട്ട്. പക്ഷേ പരിപാടിയൊക്കെ പോകുമ്പോൾ ഒരുപാട് റിക്വസ്റ്റുകൾ വരാറുണ്ട്. പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളും പിന്നെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ സോങ്സും ഒക്കെ രണ്ട് തരത്തിൽ ആവശ്യപ്പെടുന്ന ആൾക്കാരാണ്. ചിലർക്ക് ഞാൻ പാടിയ സിനിമ പാട്ടുകൾ കേൾക്കാനാണ് താല്പര്യം, ചിലർക്ക് ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ആൽബത്തിലെ പാട്ടുകളും സിംഗിൾസും ഒക്കെ കേൾക്കാനാണ് താല്പര്യം. സോ അതുകൊണ്ട് അത് ഭയങ്കര ഒരു വലിയ പൂൾ ഓഫ് സോങ്സ് എന്നുള്ള ഒരു ഇതായതുകൊണ്ട് ഒറ്റ പാട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ പാട്ടുകളും മിക്കവാറും എല്ലാവരും മാറി തിരിഞ്ഞൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, എന്നാ ഞാനൊരു പാട്ട് പാടാം, അപ്പൊ അതായിരിക്കും ബെറ്റർ. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ. ഓണത്തിനാരും വിങ്ങിപ്പിടയരുത്. ബ്യൂട്ടിഫുൾ സോങ്. സത്യമായിട്ടും ഞാനിത് ആദ്യം കേൾക്കുമ്പോഴത്തേനും നമുക്കിവിടെ മുൻപ് ഇപ്പം വേറെ ചാനലിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഹലോ മലയാളത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം അവനാണ് എനിക്ക് ആദ്യം ഈ പാട്ട് കേൾപ്പിച്ചിട്ട് ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ഞാൻ അന്ന് തന്നെ 3-4 വട്ടം ഇരുന്ന് കേട്ടു. നന്നായിട്ട് ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ഒരു മിക്സഡ് ഇമോഷൻസ് ആണ് മനസ്സിൽ വരിക. അത് ഓർമ്മകളാണോ അതോ ആരുടെയെങ്കിലും എന്തോ വിരഹമാണോ സ്നേഹമാണോ പ്രണയമാണോ ഒന്നും മനസ്സിലാവണില്ല. ഒരു മിക്സഡ് ഇമോഷൻസ് ഒക്കെ വന്നിട്ട് നമ്മളങ്ങ് പൊട്ടിപ്പോകുന്ന ഒരു പാട്ടായിരുന്നു. ഓ, താങ്ക് യു സോ മച്ച് ഫോർ കുഞ്ഞിക്കവിൽ മേഘമേ. അത്രയും ഫേവററ്റ് ആണ്. ഇപ്പം റീസെൻ്റ്ലി കേട്ടതിൽ വെച്ചിട്ട് ഏതാ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും കുഞ്ഞിക്കവിൽ മേഘമയാണെന്ന്. അന്ന് ഈ പാട്ട് പാടുന്ന സമയത്ത് എന്തായിരുന്നു സൂരജിനും അങ്ങനെയൊക്കെ ഒരു പാട്ട് കേട്ടതിന് ഒരുപാട് നന്ദി. എങ്ങനെ കുഞ്ഞിക്കവിളിലേക്ക് എത്തുന്നത്? എനിക്കും ശരിക്കും ഈ പാട്ട് ആശാൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ആ പടത്തിൻ്റെ ഡയറക്ടർ തന്നെയാണ് ആ പടത്തിൻ്റെ കമ്പോസറും, ജോൺ പോൾ ജോർജ്. അപ്പം പുള്ളിയുടെ മുന്നത്തെയുള്ള 2 പടങ്ങൾ ഗപ്പി, അമ്പിളിയിലും ഞാൻ 2 പാട്ട് പാടിയിട്ടുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ജോൺ ഈ പടത്തിലേക്കും പുള്ളിക്കാരൻ കമ്പോസ് ചെയ്യുന്ന ചിത്രത്തിലേക്കും ഈ പാട്ട് പാടാൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ജോണാണ്ട് തന്നെ കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റേതായ രീതിയിൽ പാടാനുള്ളൊരു കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങളൊക്കെ. പിന്നെ ഓഫ് കോഴ്സ് കമ്പോസറുടെ ഭാഗത്തു നിന്നുള്ള ചില ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിരുന്നു. പിന്നെ ഇത് എഴുതിയിരിക്കുന്ന വിനായക് ശശികുമാറാണ്. സോ അപ്പോൾ ഈ വിനായകം എഴുതിയിട്ടുള്ള കുറേ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. സോ അപ്പം ഈ പാട്ടും വളരെ സ്പെഷ്യലാണ്. പിന്നെ ഈ പാട്ട് പാടുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പാട്ടായി മാറും എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇത് ഇപ്പോഴും ആൾക്കാർ കാണുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ പറഞ്ഞ പോലെ സേതു പറഞ്ഞതുപോലെ തന്നെ അവരുടെ മനസ്സിലുള്ള പല പല ഇമോഷൻസിനെ ഇൻവോക്ക് ചെയ്യുന്ന ഒരു പാട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. പലരും മെസ്സേജ് അയക്കാറുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം സൂരജിന്റെ ഇപ്പം ഒരു പാട്ടല്ല കേട്ടോ, ഇപ്പൊ കുഞ്ഞിക്കവിൾ മേഘമേ മാത്രമല്ല, ഇപ്പൊ പറയുകയാണെങ്കിൽ തനിയെ മിഴികൾ, ഇപ്പൊ ഗപ്പി എന്ന് പറഞ്ഞൊരു സിനിമ അത് തിയേറ്ററിലൊക്കെ വരുന്ന സമയത്ത് അത് എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര നന്നായ ഒരു സക്സസ്ഫുൾ ആയ സിനിമ അല്ലാന്ന് തോന്നുന്നു. പക്ഷെ പിന്നീട് ആൾക്കാർ അത് കാണുകയും അത് ഗപ്പിയെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത സിനിമയാണ്. പക്ഷെ അതിലെ പാട്ട് അത് വമ്പൻ പാട്ടാണ്. അതേപോലെ ആരാധികെ, ഈ കുഞ്ഞിക്കവിൽ മേഘം, ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മളിപ്പം
തമ്മിൽ പിണങ്ങി പോകല്ലേ, ഉയിരിൽ തൊടും, ഇതൊക്കെ എന്ന് വെച്ചാൽ ഓൾ ടൈം ഫേവറേറ്റ്സ് ആണ് മലയാളികളുടെ. സൂരജിനെ കേൾക്കുന്നുണ്ടായിരിക്കും ആളുകളൊക്കെ പറയുന്നത് പണ്ടത്തെ പാട്ടുകളായിരുന്നു അതേ നമ്മുടെ മനസ്സിൽ വരുള്ളൂ, എപ്പോഴും തങ്ങി നിൽക്കുന്ന. ഇപ്പം 90s പാട്ടുകൾ അല്ലെങ്കിൽ 80s പാട്ടുകൾ, ഇപ്പം നമ്മളൊരു റിയാലിറ്റി ഷോ ഒക്കെ നോക്കിയാൽ പിള്ളേരൊക്കെ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ പോലും 70s 80s 90s എടുക്കാൻ പോലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് പലർക്കും. പക്ഷേ ഇപ്പോഴത്തെ പാട്ടൊന്നും മനസ്സിൽ തങ്ങി നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇടത്താണ് തമ്മിൽ പിണങ്ങി പോകലെയും ആരാധികയും തനിയെ മിഴികളും കുഞ്ഞിക്കവിൾ മേഘവും ഉയരെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ആ പാട്ടുകൾക്കൊക്കെ പിന്നിൽ അതിൻ്റെ ശബ്ദം അത് സൂരജാണെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ തോന്നാറ്? അതിനൊപ്പം തന്നെ ഞാൻ ഈ ചോദിച്ച പോലെ ഈ പുതിയ പാട്ടുകളൊന്നും അങ്ങനെ നിൽക്കുന്നില്ല, അതിനോട് യെസ് പറയുന്നുണ്ടോ സൂരജ്? ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള കലാസൃഷ്ടികളുടെയൊക്കെ ഭാഗം ആകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് ആളുകൾ കേൾക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു. പിന്നെ ഈ പഴയ പാട്ടുകളാണ് നല്ലത്, പുതിയത് നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. കാരണം എല്ലാ കാലഘട്ടത്തിലും മികച്ച പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നല്ലത് ചീത്ത എന്ന് പറയുന്നതൊക്കെ അത് ഭയങ്കര ബൈനറി ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. എനിക്കതിൽ വലിയ താല്പര്യമില്ല. നല്ലത് ചീത്ത ഭയങ്കര സബ്ജക്റ്റീവാണ്. മ്യൂസിക് എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ ചിലരുടെ ഇഷ്ടങ്ങൾ ചിലരുടെ അനിഷ്ടങ്ങളായിരിക്കാം, ചിലരുടെ അനിഷ്ടങ്ങൾ ചിലരുടെ ഇഷ്ടങ്ങളായിരിക്കാം. സോ അത് ഭയങ്കര ഒരു വലിയൊരു ഏരിയയാണ്. സോ അപ്പം കലാസൃഷ്ടികൾ മികച്ചത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, അത് ഇക്കാലത്തിലും ഉണ്ടാകും, പഴയ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നിനെയും നമ്മൾ അങ്ങനെ ഇത് പഴയതുപോലെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഴയതുപോലെ അല്ല, പഴയതുപോലെ ആവണം നമ്മൾ വാശി പിടിക്കാനും പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ വാശി പിടിക്കേണ്ടതിന്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ്, വ്യക്തമാണ്. ഇപ്പം സൂരജ് പാട്ടും പറച്ചിലും നടത്തുന്ന ആളാണ്. ഇപ്പം ഞാൻ പറയും പുതുതലമുറ പാട്ടുകാരിലെ ഒരു വിപ്ലവകാരി കൂടിയാണ് സൂരജ് സന്തോഷ് എന്ന്. സംഗീതം കൊണ്ട് പ്രതിരോധിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അനീതിയാണ് എൻ്റെ ഒരു നീതി ലഭിക്കാതെ വരുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരം. ആരായാലും. അപ്പോൾ എൻ്റെ രാഷ്ട്രീയം ഇത്രയേ ഉള്ളൂ, മാനവികയിൽ അത് ഊന്നിയ രാഷ്ട്രീയം തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ എല്ലാ തരത്തിലുമുള്ള ഒപ്രഷൻ എതിരാണ് ഞാൻ. അതിനി ആരോട് ചെയ്താലും ഒപ്രഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ ബിലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഞാൻ വിപ്ലവകാരിയാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കലാകാരനാണ്. അൾട്ടിമേറ്റ്ലി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതും പഠിക്കാൻ ആഗ്രഹിക്കുന്നതും എല്ലാം തന്നെ ഞാൻ കൈകാര്യം ചെയ്യുന്ന ആർട്ടിനെ പറ്റിയിട്ടാണ്. അതിനകത്താണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. സോ അതെ, അത് എൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് എൻ്റെ കലയിൽ നിഴലിച്ച് നിൽക്കും. അത് എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. സോ ഇത്രയാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പം വിവാദങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പം പല പാട്ടുകളും പാട്ട് വരുന്നതിന് പിന്നാലെയൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ആലായാൽ തറവണ, അതൊരു പൊളിച്ചെഴുത്തായിരുന്നു സൂരജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പം അതിനൊക്കെയും പിന്നാലെ കുറേ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വിവാദങ്ങൾ സൂരജിനെ സംബന്ധിച്ചൊരു പുതുമയുള്ളൊരു കാര്യമായിരിക്കില്ല. ഇപ്പോൾ അഭിപ്രായമുള്ളവരോട് ചോദ്യങ്ങളും ഉണ്ടാകുമല്ലേ. ഇപ്പം സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് കേവല വാക്കല്ലെന്ന് സൂരജ് ഓർമ്മിപ്പിക്കുകയാണോ മറ്റ് കലാകാരന്മാരെയും ജനങ്ങളെയും? അഭിപ്രായം എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ചിലരത് എല്ലാവർക്കും ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ അഭിപ്രായമുണ്ട്. ഇടുന്ന വസ്ത്രത്തിലും കഴിക്കുന്ന ആഹാരം എന്ത് കഴിക്കണം, എവിടെ പോകണം, എത്ര മണിക്ക് പോകണം, എത്ര മണിക്ക് ഞാൻ വീട്ടിൽ കയറണം എന്നത് എല്ലാത്തിലും നമുക്ക് ഏത് സിനിമ നമ്മൾ കാണണം, ഏത് പാട്ട് കേൾക്കണം, ഇതൊക്കെ അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങളുള്ള എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ചേർന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന തിരഞ്ഞെടുപ്പുകളാണ്, നമ്മളെടുക്കുന്ന ചോയ്സസ് ആണ് നമ്മുടെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ട് അത് എല്ലാവർക്കും ഉണ്ട്. സോ പിന്നെ ചില
പാട്ടുകൾ ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ വിമർശനങ്ങളെ സ്വീകരിക്കുകയും അതിനെ വിമർശനങ്ങൾ ഉണ്ടാവണം എന്ന് പറയുകയും ചെയ്യുന്ന ആളാണ്. കാരണം ആരും തന്നെ വിമർശനത്തിന് അതീതനല്ല, ഈ ഞാനും വിമർശനത്തിന് അതീതനല്ല. ഈ കാലഘട്ടത്തിൽ വിമർശിക്കുന്നവർക്ക് കാമ്പുണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. പക്ഷേ അടച്ചാക്ഷേപിക്കൽ, അബ്യൂസ് ചെയ്യൽ എന്നിവയൊന്നും തന്നെ വിമർശനമായി ഞാൻ കണക്കാക്കുന്നില്ല. സോ പറയാനുള്ള ആശയമാണല്ലോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആശയത്തെ ആശയം കൊണ്ട് നേരിടണം എന്നാണ്, അല്ലാണ്ട് വെറും ഒരാളെ അബ്യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കായികപരമായി നേരിട്ടുകൊണ്ടോ ഒന്നും തന്നെ നമ്മൾ ഒരു സമൂഹം ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ല. അപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടണം, ചർച്ചകൾ ഉണ്ടാവണം. ഡിസ്കോഴ്സസ് ആണ് നമ്മൾ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ഡിസ്കോഴ്സസ് ഇല്ലാത്തൊരു സമൂഹത്തിൻ്റെ ഭാവി എന്നൊക്കെ പറയുന്നത് വളരെ ശോചനീയമായിരിക്കും. സോ ഇതൊക്കെയാണ്. എനിക്ക് തോന്നുന്നു തിരുവോണമൊക്കെ ആയിട്ട് ചർച്ച ഞാൻ വഴിമാറ്റി വിടുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ ബാക്ക് ടു പാട്ടുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ ഇപ്പൊ തനിയെ മിഴികളാണെങ്കിലും ആരാധികയാണെങ്കിലും കുഞ്ഞിക്കവളൊക്കെയാണെങ്കിലും ഇതെല്ലാം മലയാളികളുടെ ഫേവററ്റ് ആണ്. ഇതിൽ സൂരജിന് ഒരു ഇഷ്ടഗാനം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഏതാണെങ്കിലും എനിക്ക് 2 വരിയും കൂടെ വേണം. പിന്നെ അതിനൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു കഥയുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയാവോ? അയ്യോ, പെട്ടെന്ന് എൻ്റെ ഞാനങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നൊരു പാട്ട് ഞാൻ അങ്ങ് പാടുവാണേ. അത് ഓണപ്പാട്ടൊന്നുമല്ല, ഞാൻ പാടിയൊരു പാട്ട് തന്നെയാണ്. തീരമേ തീരമേ നീറുമല കടലാഴമേ ദൂരമേ ഹൃദയദ്വീപിലുദിച്ച ശോണരൂപനിൻ സൂര്യനെ തീക്ഷ്ണമായി പുൽകിരണകരങ്ങളാൽ ഇവളെ നീ ആകാശമേ കഥയിലെ ഹൂറിയോ നീ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വച്ചോ നീ എനിക്കായി അപരിചിതപുരം ഇവിടമോ ശരണാലയം നീ തരും കരുണാകരം നമ്മളെത്തിയ പവിഴദ്വീപഹൃദം തേടിയ തീരം ദൂരം ഈ പാട്ടിലേക്ക് വന്ന വഴി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഈ പാട്ട് അത് തന്നെ പാടാൻ സുഷൻ വിളിച്ചിട്ട് പിന്നെ ഒരു അനക്കൊന്നും ഉണ്ടായില്ല. പിന്നെ അവൻ എന്നോട് പറഞ്ഞു വേറൊരാൾ, പിന്നെ ഞാൻ ആ സമയത്ത് അവൈലബിൾ ആയിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ അത് വേറൊരാൾ വെച്ച് റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും എന്നെ വിളിക്കുകയാണ്, എടാ പാട്ടൊന്ന് പാടാവോ ഒന്നുകൂടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും കോൾ വരികയും പിന്നെ ഞാൻ പോയി റെക്കോർഡ് ചെയ്യുകയും ചെയ്തതാണ്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ മുതലാണ് ഞാൻ പാടുന്നത്. പക്ഷേ ഭയങ്കര എനിക്കത് കേട്ടപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. എനിക്കൊന്ന് സുഷിൻ ശ്യാമിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പോസിഷൻസ് ആണ് മാലിക്കിൽ തീരം എന്ന പാട്ട്. അൻവർക്കാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. ബ്യൂട്ടിഫുള്ളി റിട്ടൺ ഓൾസോ. സോ യാ, ഇപ്പൊ പുതിയ തലമുറയിലെ ഏറ്റവും ഗംഭീരമായിട്ട് തോന്നുന്ന സംഗീതജ്ഞൻ ആരാ? ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഗംഭീരന്മാരാണ് അവരുടേതായ രീതിയിൽ. കാരണം നമ്മൾ ഈ സ്പോർട്സിലും ഒക്കെ പറയുന്നത് പോലെ ആർട്സിൽ അങ്ങനെ ഒരു 1, 2, 3, 4 സ്ഥാനമാനം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത് ഭയങ്കര യുണീക്കായിട്ട് വലിപ്പമില്ല. കാരണം നമ്മളത് നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാം, അയാൾ 1ാം സ്ഥാനം, ഇയാൾ 2ാം സ്ഥാനം. അത് നമ്മളെന്താ ഓട്ട മത്സരം അല്ലല്ലോ നമ്മൾ കല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കായിക ഇനമല്ലല്ലോ കല എന്ന് പറയുന്നത്. അപ്പം ഇത് എന്താണ്, ഓരോരുത്തരും യുണീക്കാണ്. ഓരോരുത്തരുടെയും എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ കല ഉണ്ടാക്കുന്നത്. സോ അപ്പം ഓരോരുത്തരുടെയും എക്സ്പീരിയൻസും അവർ കടന്നു വന്ന വഴിയും അവർ ഫേസ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വിഭിന്നമാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും യുണീക്കാണ്. ഓരോരുത്തരുടെയും കല അങ്ങനെ തന്നെ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. എന്തൊക്കെ ഇനി പുതിയ പ്രോജക്ട്സ് ഒക്കെ എന്തൊക്കെയാ? ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒക്കെ നമ്മൾ എപ്പോഴാണ് പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ എൻ്റെ ആദ്യത്തെ ആൽബം ദ ജിപ്സി സൺ എന്ന പേരിൽ ഒരു 5 പാട്ടുകളുടെ ആൽബം റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2-3 സിംഗിൾസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തിയേറ്റർ മ്യൂസിക്കിൽ ആക്റ്റീവാണ്. ജനഭേരി തിയേറ്റർ ഷൊർണൂർ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ജനഭേരി തിയേറ്റർ, ഇന്റർലിങ്ക് തിയേറ്റർ
ഹൈദരാബാദ്, ഇവരുടെയൊക്കെ പ്രൊഡക്ഷൻസിന് ഞാൻ മ്യൂസിക് ഡിസൈനും മ്യൂസിക്കും ചെയ്യാറുണ്ട്. സോ അപ്പോൾ എൻ്റെ ഒരു തിയേറ്റർ മ്യൂസിക്കൽ ആൽബം ബാൻഡ് ക്യാമ്പ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാൻ പറ്റും. പിന്നെ ഇൻഡിപെൻഡൻറ്റ് പ്രോജക്ട്സ് ഇനി എൻ്റെ അടുത്ത 2 ആൽബങ്ങൾ വരാനിരിക്കുന്നുണ്ട്. പിന്നെ ബാക്കി തിയേറ്റർ പ്രൊഡക്ഷൻസ് എന്നുള്ള പാട്ടുകളൊന്നും ഞാൻ റിലീസ് ചെയ്തിട്ടില്ല, അതൊക്കെ പുറത്ത് വരാനിരിക്കുന്നു. അതിൻ്റെ പണിപ്പുരയിലാണ്. ഇനി ഈ വർഷം എന്തായാലും 2 ആൽബം എന്തായാലും റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടിപൊളി. ഇപ്പം ഞാൻ ഇവിടെ ഹലോ മലയാളത്തിൽ തന്നെ ഇതിനു മുൻപും പാട്ടുകാരൊക്കെ വരുമ്പോഴത്തേനും ഞാൻ എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, അത് ഞാൻ സൂരജിനോടും ചോദിക്കുകയാണ്. കാരണം നമ്മൾ ഈ സാധാരണ മനുഷ്യന് ടെൻഷൻ വന്നാൽ പാട്ട് കേൾക്കാൻ ഞങ്ങളുടെ ഒരു പതിവ്. ഇഷ്ടമുള്ള ഗായകൻ്റെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടറിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കേട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും, ഒന്ന് ഹീലാവും, അതാ പതിവ്. പാട്ടുകാരെന്താ ചെയ്യാറ്? ഞാൻ ഉറങ്ങുകയാണ് പതിവ്. എനിക്ക് എന്തെങ്കിലും ടെൻഷൻ അടിച്ചൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ വന്ന് ഭയങ്കരമൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെയുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പം കുറച്ചൊന്ന് സമാധാനമാവും. അപ്പോൾ നമ്മളൊന്ന് ഇനി എന്താണ് ഇതിനെപ്പറ്റി ചെയ്യേണ്ടതിനെ പറ്റിയിട്ടുള്ളൊക്കെ ഒരു തീരുമാനമൊക്കെ എടുക്കാൻ പറ്റും. എനിക്ക് പാട്ട് കേട്ടാലൊന്നും വർക്കാവില്ല. കാരണം പാട്ടൊക്കെ എനിക്ക് കുറച്ച് മെൻ്റൽ സ്റ്റേറ്റൊക്കെ ഒന്ന് ഓക്കെ ആകുമ്പോൾ മാത്രമേ എനിക്ക് പാട്ടിൽ വർക്ക് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അല്ലാത്തപ്പോഴും വർക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് ഭൂരിപക്ഷ സമയം ഉള്ളതാനും. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഒരു ഗോ ടു പരിപാടി എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രം എവറിത്തിങ് ആൻഡ് ജസ്റ്റ് ബി ഇൻ മൈ സോൺ. മേ ബി ഉറക്കം അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറിയിരിക്കൽ, അതൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറ്, എന്നെ സേവ് ചെയ്യാറ്. അപ്പൊ ഇന്നിപ്പം തിരുവോണമായിട്ട് ഇപ്പൊ എന്താ പരിപാടി? നമ്മൾ ഈ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഓണസദ്യ വമ്പൻ പ്രധാനമാണ്. പിന്നെ മാത്രമല്ല വൈകുന്നേരങ്ങളിൽ അത്തമിടലും അത്തം പൊളിക്കലും തുമ്പിതുള്ളലും ഒക്കെ തിരുവനന്തപുരത്തുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെ ഒന്നും കാണാറില്ല. അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ എന്താ? ഞാൻ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അഭിപ്രായം പറയട്ടെ. പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സദ്യ തിരുവനന്തപുരം സദ്യയാണ് കേട്ടോ. ആസ് ഇൻ വേറെ ഒരു ജില്ലക്കാരോടും ഒരു അപ്രീതിയില്ല. പക്ഷേ എനിക്ക് തിരുവനന്തപുരത്തെ സദ്യ ഭയങ്കര, അതിൻ്റെ വൈവിധ്യം കൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അത് പലരോടും പറയാറുണ്ട്. അപ്പോൾ പറയും അതല്ല ബാക്കി സദ്യകൾ നിങ്ങൾ കഴിക്കാത്തതുകൊണ്ട്. ഞാൻ എല്ലായിടത്തും സദ്യ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തിരുവനന്തപുരം സദ്യ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് വീട്ടുകാരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം എൻ്റെ ബാൻഡ് മെമ്പേഴ്സും എല്ലാവരും വരുന്നുണ്ട്. അവരോടുള്ള കോൺസേർട്ട്, അത് ലുക്ക് ഫോർവേഡ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ വൈകുന്നേരത്തെ നിശാഗന്ധിയിൽ 7 മണിക്കാണ്. സോ അപ്പോൾ അതൊക്കെ ഇന്നത്തെ ദിവസത്തിന് കുറേ തിരക്കുകളുണ്ടെങ്കിലും അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം സമയപരിമിതി കൊണ്ട് എനിക്ക് ആക്ച്വലി കുറേ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഓണം സമയമായതുകൊണ്ടും പിന്നെ മാത്രമല്ല സൂരജിനെ തിരക്കാൻ ഞാൻ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്താൻ ഇപ്പം ഞാൻ 10, 15, 20 മിനിറ്റ് എടുത്തു. ഒരു പാട്ടും കൂടി പാടുമോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി? അത് കുഴപ്പമില്ല. ഓക്കെ, തീർച്ചയായും. ഏത് പാട്ടാണ് പാടുക? ഏത് പാട്ടാണ് പാടേണ്ടത്? ആരാധികയായാലോ? തീർച്ചയായും. യെസ്. പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ലെങ്കിലെന്നിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാരിൽ കടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി മനം പകുത്തു നൽകിടാം കുറുമ്പു കൊണ്ടു മൂടിടാം അടുത്തു വന്നിടാം കൊതിച്ചു നിന്നിടാം വിരൽ കൊരുത്തിടാം സ്വയം മറന്നിടാം ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം എൻ്റെ നെഞ്ചാകെ നീയല്ലേ എൻ്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയായി
വഴിയരികെ മഞ്ഞുതീരും വഴിയരികെ. ഓ മൈ ഗോഡ്, താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ പോലും പറ്റില്ല, അത്രയും എനിക്കറിയില്ല എന്താ പറയുന്നത്, അടിപൊളി. സൂരജ്, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് എസ്. ഈ ഓണം അടിപൊളിയായിട്ട് ഞങ്ങളുടെ തിരുവോണ ദിവസം ഭയങ്കര സ്പെഷ്യലാക്കി തന്നതിന് ഒരുപാട് താങ്ക് യു. നല്ല സദ്യയൊക്കെ കഴിച്ച് ഈ ഓണം അടിപൊളിയാക്കൂ. എല്ലാവിധ ആശംസകളും. ഒപ്പം ഞങ്ങളുടെ ക്യാമറാമാനിലെ ഏറ്റവും ചെറുത് ഉണ്ണിക്കുട്ടനാണ്. അപ്പം അവൻ സൂരജിൻ്റെ വലിയ ഫാനാണെന്ന് പറയാൻ ഇപ്പം എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച് സേതു. താങ്ക് യു സോ മച്ച് ന്യൂസ് മലയാളം ഫോർ ഹാവിങ് മീ. ഇന്നത്തെ ഒരു ദിവസം എൻ്റെയും സ്പെഷ്യലാക്കിയതിന് ഒരുപാട് സന്തോഷം. ഉണ്ണിക്കിട്ടനോട് സ്പെഷ്യൽ താങ്ക്സ്. എല്ലാവർക്കും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓണാശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.